1969 സെപ്റ്റംബർ 24 വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ശുപാർശകൾക്ക് അനുസരിച്ച് ഇന്ത്യയിലുടനീളം കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സേവന സന്നദ്ധതയെ ഉപയോഗപ്പെടുത്തി രാഷ്ട്ര പുനർനിർമ്മാണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ സർവീസ് സ്കീം ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലെ കലാലയങ്ങളിൽ ആരംഭിച്ചത്. പിന്നീടത് +2 ലെവലിലേക്കും വ്യാപിപ്പിക്കുകയുണ്ടായി. നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ച് കാലമേറെ കഴിയുമ്പോൾ 2015 ആകുമ്പോഴത്തേക്കും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു സ്കിൽ കോഴ്സാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശം UGC മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് നാഷണൽ സർവീസ് സ്കീം ഒരു ക്രെഡിറ്റ് ലഭ്യമാക്കുന്ന തരത്തിലുള്ള 14ഓളം ക്രെഡിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ളൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളായി ഈ വർഷം മുതൽ മാറ്റപ്പെടുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ നൈപുണികതയുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. പ്രധാനമായും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അക്കാഡമിക് എന്നും നോൺ അക്കാഡമിക് എന്നും രണ്ടായി വിഭജിക്കാൻ കഴിയും. സബ്ജക്റ്റ് നോളജിനൊപ്പം തന്നെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെയും നൈപുണികതകളെയും വളർത്താനും കഴിയണം എന്നുള്ള ആശയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ വന്നിട്ടുള്ളത്. ഇൻറ്റേൺഷിപ്പുകളും അതുപോലെ തന്നെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അനവധി കോഴ്സുകളും ആരംഭിച്ചത് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഈ കോഴ്സിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഈ കോഴ്സിൻ്റെ ഫീസ് പൂർണ്ണമായിട്ടും സർക്കാർ പേ ചെയ്ത് സൗജന്യമായിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സാം ഫീസ് മാത്രമാണ് കുട്ടികൾ അടയ്ക്കേണ്ടി വരിക. കാരണം എല്ലാ കുട്ടികളും പരീക്ഷ എഴുതണമെന്നില്ല. എഴുതുന്ന കുട്ടികൾ അതിൻ്റെ ഫീസ് അടച്ച് അത് എഴുതണം എന്നൊരു കോൺസെപ്റ്റിലാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സെൻട്രൽ സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളോടുകൂടി തന്നെയാണ്. 240 മണിക്കൂർ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഈ സ്കിൽ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടാവുക. ഒരു സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം, റെസിഡൻഷ്യൽ 7 ഡേയ്സ് സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് 240 മണിക്കൂർ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുട്ടികൾക്കാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. +2 ലെവലിലും അതുപോലെ തന്നെ കോളേജ് ലെവലിലും 2 കോഴ്സുകളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുക. ഒരു ബേസിക് പ്രോഗ്രാമും ഒരു അഡ്വാൻസ്ഡ് പ്രോഗ്രാമും. ഈ 2 പ്രോഗ്രാമിൻ്റെയും സിലബസ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഹാർഡ്നെസ് അല്പം വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. 70 മാർക്കിന് 35ഓളം ചോദ്യങ്ങൾ വരുന്ന തരത്തിലുള്ളൊരു പരീക്ഷ എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ ഉണ്ടാകും. ആ സെൻറ്ററിൽ പോയായിരിക്കും കുട്ടികൾ എഴുതേണ്ടി വരിക. അതാത് കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടുത്തെ അധ്യാപകർ വഴിയാണ് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കേണ്ടി വരിക. NSS വോളണ്ടിയേഴ്സിനാണ് ഈ സൗജന്യമായിട്ട് ഈ കോഴ്സ് പഠിക്കാൻ അനുവാദമുള്ളത്. നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 36 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങൾ പങ്കാളികളായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കായിക യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം കേരളത്തിൽ അതാത് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് എങ്കിൽ അവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുക. ഓരോ ഡയറക്ടറേറ്റിലും ഓരോ യൂണിവേഴ്സിറ്റികളിലും പ്രോഗ്രാം കോർഡിനേറ്റർമാരും, സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് NSS ഓഫീസറും, റീജിയണൽ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള റീജിയണൽ ഡയറക്ടറും യൂത്ത് ഓഫീസറും ഒക്കെ അടങ്ങുന്ന ഭരണ സംവിധാനങ്ങൾക്ക് താഴെ കലാലയങ്ങളിലേക്ക് വരുമ്പോൾ, സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവിടെ പ്രോഗ്രാം ഓഫീസർമാരും അതിൻ്റെ താഴെ വോളണ്ടിയർ സെക്രട്ടറിമാരും വോളണ്ടിയേഴ്സും ഒക്കെ അടങ്ങുന്ന 50 പേരടങ്ങുന്ന യൂണിറ്റുകളോട് കൂടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കുട്ടികൾക്ക് കഴിയണം. ആ സാധ്യതകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടുക? കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്. ആ സ്കിൽ ഡെവലപ്മെൻറ്റിനെ വിവിധ തലങ്ങളിലേക്ക് വികസിപ്പിച്ചെടുക്കുന്നതിനും അവർക്ക് സോഫ്റ്റ് സ്കിൽ, അതുപോലെ തന്നെ അവരുടെ പ്രാക്ടിക്കൽ സ്കിൽ, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ സ്കിൽ, ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽ അടക്കമുള്ള നിരവധിയായിട്ടുള്ള സ്കില്ലുകൾ വികസിപ്പിക്കപ്പെടുന്നു. മാനസ ഗ്രാമം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ, UN നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സസ്റ്റൈനബിൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലൊരു ഗ്രാമം ഈ കുട്ടികൾ ദത്തെടുക്കുകയും ഓരോ കോളേജും ഓരോ സ്കൂളും ഇത്തരത്തിൽ ദത്തെടുക്കുന്ന ഗ്രാമത്തിൽ കുട്ടികൾ പ്രവർത്തിക്കുകയും അവരുടെ സ്കില്ലുകൾ, വിവിധങ്ങളായിട്ടുള്ള സ്കില്ലുകൾ അവിടെ ഉപയോഗപ്പെടുത്തുകയും
നടത്തുകയും സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുക. ആ സർവേയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കണം, ആ സർവേ കണ്ടക്ട് ചെയ്യണം, അതിനെ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം, യൂണിറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ക്യാപ്റ്റൻ പ്രോജക്റ്റിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതാണ്ട് അതിനകത്ത് വരുന്ന ഈ സർവേക്ക് മാത്രം 4 ക്രെഡിറ്റ് കിട്ടുക. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പുതിയ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഓരോ ക്രെഡിറ്റിനും ഡിഗ്രി വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യുന്നതിന് സാധിക്കും. 14 ക്രെഡിറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. 133 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ട് 3 വർഷത്തെ ഡിഗ്രിയും, 177 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 3.5 വർഷം കൊണ്ട് 4 വർഷത്തെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആകെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് കുട്ടികൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ അപ്ലൈ ചെയ്യുന്നത്. ആ പ്രൊഡക്ടിവിറ്റിയെ അപ്ലൈ ചെയ്യുമ്പോൾ 2, 4, 4, 4 എന്നുള്ള രീതിയിൽ നമുക്ക് 14ഓളം ക്രെഡിറ്റുകൾ വിവിധ പ്രോഗ്രാമുകളിലൂടെ നേടിയെടുക്കുന്നതിന് കഴിയുന്നു എന്നുള്ളതാണ്. അവരുടെ സർവേ, പ്ലാനിങ്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഐഡിയോളജി, അതിൻ്റെ ലോഗോയൊക്കെ വലിയ മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ യുവജന പ്രസ്ഥാനമായിട്ട് കേന്ദ്ര സർക്കാർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ അതിൻ്റെ ലോഗോ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടാകണം. 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായിട്ടുള്ള കുട്ടികൾ, ആ പ്രവർത്തന സജ്ജരായിട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ചലനാത്മകത സൂചിപ്പിക്കുന്ന കൊണാർക്കിലെ സൺ ടെമ്പിൾ സൂചിപ്പിക്കുന്ന ആ ഒരു രഥചക്രത്തിൻ്റെ ഒരു വീല് ആണ് ഇതിൻ്റെ ലോഗോ ആയിട്ട് തന്നെ എടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ 8 ആരക്കാലുകൾ എടുത്തിരിക്കുന്നത് 8 യാമങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. 8 യാമങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് തുല്യമാണ്, 24 മണിക്കൂറിന് തുല്യമാണ്. അപ്പോൾ 24 മണിക്കൂറിനും ചലനാത്മകത സൂചിപ്പിക്കുന്ന സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതുപോലെ തന്നെ ചലനാത്മകതയും സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ആശയത്തെ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രകൃതിയെ അടക്കമുള്ള കാര്യങ്ങളെ നിലനിർത്തുക, അതുപോലെ തന്നെ ഈവിൾ ചിന്തകളായിട്ടുള്ള മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ചിന്തകളെ നശിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്നത് പോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളെ, സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ ലിറ്ററസി പോലുള്ള സർക്കാരിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിച്ച് നടപ്പാക്കുക. ഇതിലൊക്കെയുള്ള കുട്ടികളുടെ സ്കില്ലുകൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സ്കില്ലുകൾ. ഇപ്പോൾ ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ ആ വീടിന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ടാകും. പ്രത്യേകിച്ച് ടെക്നിക്കൽ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ മേഖല കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി പഠിപ്പിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതും അവരുടെ ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. രാജ്യവികസനത്തിന് ഉതകുന്ന തരത്തിൽ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ 14 ക്രെഡിറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഈ 14 ക്രെഡിറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സിവിക്കായിട്ടുള്ള ജനങ്ങളുടെ ടോട്ടൽ പേഴ്സണാലിറ്റി, ഒരു കാര്യം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക, അപ്പോൾ NSSൻ്റെ സ്ട്രക്ചറൽ എങ്ങനെയാണ്, അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ ഐഡിയോളജി എന്താണ്, ഈ വക കാര്യങ്ങളെ ഒരു വശത്ത് നമ്മൾ പഠിക്കുന്നു. അതിനെ നമുക്ക് 2 ക്രെഡിറ്റ് കിട്ടുന്നു. അതുകൂടാതെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുമ്പോൾ, ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എങ്ങനെ ലാഭിക്കാം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ, തരിശു ഭൂമിയെ കൃഷി ഇടങ്ങളാക്കി മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുക. ഇപ്പം നമുക്ക് റെയിൽവേ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം ജനങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ കൂടുതൽ ഗവേണൻസിൽ കൂടുതൽ കുട്ടികൾക്ക് ഇടപെടാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ സർവേ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വസ്റ്റനെയർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് വരുന്ന ഒരു വളരെ മികച്ച കരിക്കുലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിലൊന്നും പ്രത്യേകിച്ച് പഠിക്കാനല്ല ഉള്ളത്. അവർ പ്രാക്ടിക്കലി അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ബ്ലൂംസ് ടാക്സോണമിയുടെ ഭാഗമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നതിനുള്ള പ്രോസസ്സും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നടപ്പാക്കപ്പെടുക. ഇത് വളരെ ഭംഗിയായിട്ട് കുട്ടികളുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ കമ്മ്യൂണിറ്റി സർവീസിംഗ് ത്രൂ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സർക്കാർ ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ കുട്ടികൾക്ക് പങ്കെടുക്കുന്നതിനും, നാഷണൽ അഡ്വഞ്ചർ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനും, നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനും, നാഷണൽ ഇൻ്റർനാഷണൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ, അതേപോലെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതിനുള്ള അവസരങ്ങൾ, നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ സർവ്വമുഖമായ
വികസനത്തിന്, അവരുടെ അക്കാഡമിക്കും നോൺ അക്കാഡമിക്കുമായിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള വികസനത്തിന് ഉതകുന്ന തരത്തിൽ. അതിനപ്പുറത്തേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 24 മാർക്ക് കിട്ടുന്നു. +2 ലെവലിലാണെങ്കിൽ 20 മാർക്ക് കിട്ടുന്നു അഡീഷണലായിട്ട്. ഈ സർട്ടിഫിക്കറ്റ് കൂടാതെ അവർ പഠിച്ച സബ്ജക്റ്റിൽ ആഡ് ചെയ്യാൻ 24 മാർക്ക് ഡിഗ്രി ലെവലിലും 20 മാർക്ക് +2 ലെവലിലും കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ 14 ക്രെഡിറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ഡിഗ്രി വളരെ വേഗത്തിൽ നേടിയെടുക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള മികച്ച ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ നാഷണൽ സർവീസ് സ്കീം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ ഒരുപക്ഷെ കഴിയുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തുകൊണ്ട് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കിൽ എൻഹാൻസ്മെൻറ്റിന് കൂടി സാധിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ പഠനത്തെ ക്രമപ്പെടുത്തുന്നതിനൊപ്പം, കാരണം ഏതെങ്കിലും ഒരു ക്ലബ് ആക്ടിവിറ്റി ഇല്ലാതെ ഇപ്പോൾ ഡിഗ്രി അവാർഡ് ചെയ്യില്ല. അപ്പോൾ കുട്ടികൾ മാറുന്ന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും അവർക്ക് ഇനിയുള്ള കാലത്ത് വേണ്ടത് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണെന്നും ആ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും കുട്ടികൾക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും അവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ കമ്മ്യൂണിറ്റി സർവീസിങ്ങിലൂടെ മാറ്റിമറിക്കാനും അവർക്ക് കഴിയണം.